നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ള. നമസ്തേ. നമ്മുടെ ധർമ്മസ്ഥല അറിയാലോ, മഞ്ജുനാഥ ക്ഷേത്രവും ധർമ്മസ്ഥലയും ഒക്കെ ഏറെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടരുണ്ട്. നമ്മുടെ മനാഫ ആയാലും മലപ്പുറംകാരൻ മനാഫ ആയാലും അല്ലെങ്കിൽ നമ്മുടെ തമിഴ് നടൻ പ്രകാശ് രാജ് ആയാലും ആരും ഒട്ടും പിന്നിലല്ലേ. 200 കോടി രൂപ കേരളത്തിൽ നിന്നും ഈ ഒരു വിവാദത്തിനായി പമ്പ് ചെയ്തു എന്ന ഏറ്റവും പുതിയ ആരോപണം ഏറ്റവും പുതിയതല്ല, പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ വന്നടുക്കുകയാണല്ലേ. പലതവണ പ്രത്യേക പോലീസ് സംഘം ധർമ്മസ്ഥലയുടെ ആ കിലോമീറ്ററോളം വനമടക്കം കിളച്ചു മറിച്ചു നോക്കിയെങ്കിലും അവിടെ നിന്ന് ലഭിച്ചത് ഒരു തലോട്ടി മാത്രം. ആയിരക്കണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടി ധർമ്മസ്ഥലയിലെ അധികാരികൾ എന്നൊക്കെയാണ് ചിന്നയ്യ അല്ലെ, ആ ചിന്നയ്യയുടെ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ മൊഴി. അങ്ങനെ അത് കേട്ട് ഒരു വ്യക്തി പുലമ്പിയത് കേട്ട് ചാടിത്തിരിച്ച പോലീസ് പക്ഷെ ഇപ്പോൾ വീണ്ടും പിടി മുറുക്കിയിരിക്കുകയാണ്. അവസാനം കിട്ടിയ തലയോട്ടി ഒരു 40 വർഷം പഴക്കമുള്ള ഒരു പുരുഷന്റേതാണെന്നും അത് കൊണ്ടിട്ടത് പ്രകാശ് രാജിന്റെ കൂടെ സുഹൃത്തുക്കളായ ചിലർ പറഞ്ഞിട്ടാണെന്നും ഒക്കെ ചിന്നയ്യ വീണ്ടും പോലീസിന് നന്നായി വിരട്ടിയപ്പോൾ മൊഴി നൽകി. ഇപ്പോൾ കേസ് വന്ന് നിൽക്കുന്നത് ചിന്നയെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന നടൻ പ്രകാശ് രാജിന്റെ നിഷ്കളങ്കമായൊരു കുറ്റസമ്മതമാണ്. അപ്പോൾ അത് അവിടെ മാത്രം നിൽക്കുന്നതല്ലേ കാര്യങ്ങൾ, അല്ലേ, അവിടെ മാത്രം നിൽക്കില്ല, ഇനിയും എന്തൊക്കെയോ ഉണ്ട്. തീർച്ചയായിട്ടും രാജേഷ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളെ, ഹൈന്ദവ സംസ്കാരത്തെ, അങ്ങനെ ഈ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാൻ വഴി സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംസ്കാരത്തെയും ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അതിന് ന്യൂനപക്ഷ ഏകീകരണം സാധ്യമാക്കിയും പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടും കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഒരു അവസ്ഥ, ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് നിയമസഭയ്ക്കകത്ത് പറഞ്ഞ, ആലോചിച്ച് നോക്കൂ, നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണ് തമിഴ്നാട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എന്ത് പ്രശ്നമുണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഒക്കെ അവർ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്താറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രകാശ് രാജിനെ പോലുള്ളവരും കുറച്ച് അരാജകവാദികളാണ്, പക്ഷെ അവർ ബുദ്ധിജീവികളാണെന്ന ഭാവം നടിച്ചുകൊണ്ട് നടക്കുന്ന ചിലരുണ്ട്. പ്രകാശ് രാജ് മാത്രമല്ല, ചില ഓൺലൈൻ ചാനലുകൾ, ഇപ്പോ ഈ ധന്യ രാജേന്ദ്രന്റെ ദ മിനിറ്റ്, ഇതൊക്കെ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചാനലാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ. രോഹിത് വെൺമൂലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ഇത് തന്നെയായിരുന്നു ഈ ന്യൂസ് മിനിറ്റിന്റെ നിലപാടെന്ന് നമുക്കറിയാം. അപ്പോ അങ്ങനെ ചില മാധ്യമങ്ങൾ, ചില വ്യക്തികൾ, ചില സാമൂഹ്യപരമായി കുറച്ച് ആൾക്കാരെ അറിയും, അല്ലെങ്കിൽ കുറച്ച് പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവരെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് ഹൈന്ദവ ധർമ്മത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഭാഗമായി തന്നെ വേണം നമ്മൾ ഈ ധർമ്മസ്ഥലയും കാണാൻ. ധർമ്മസ്ഥലയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ മനാഫിനെ എല്ലാവരും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു. കഴിഞ്ഞ ദിവസം മനാഫുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ മറുനാടൻ മലയാളിയിൽ ഞാൻ കാണാനിടയായി. അപ്പൊ ആ ഇന്റർവ്യൂവിൽ മനാഫ് പറയുന്ന, മനാഫ് അവിടെയാണ് ജനിച്ചു വളർന്നത്, കർണാടകയിലാണ് ജനിച്ചു വളർന്നത്, അതുകൊണ്ട് തന്നെ കർണാടകയുമായി അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ടാണ് താൻ കർണാടകത്തിൽ പോയി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്, അവിടുത്തെ ജനങ്ങളെല്ലാം താനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് മനാഫ്. ഏതായാലും ഈ പ്രകാശ് രാജ് അടക്കമുള്ളവർ ഇത്തരം വിഷയങ്ങളിൽ പുലർത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള നിലപാടുകൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇതിലെ 1-ാം പ്രതി പറഞ്ഞിരിക്കുന്നു, പ്രകാശ് രാജ് പറഞ്ഞിട്ടാണ് താൻ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചതെന്നാണ്. അപ്പോ അന്ന് പ്രകാശ് രാജ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. പ്രകാശ് രാജ് ഇപ്പോൾ, അതായത് അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് ഈ കാര്യം, ചിന്നയ്യയുടെ വാക്കുകൾ മൊഴികളായി വരുമ്പോൾ ഇപ്പോ പ്രകാശ് രാജ് പറയുന്നു താൻ ഫോണുമായി നേരിട്ട് കണ്ടുവന്നല്ല, ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന്. ഫോണിൽ സംസാരിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞിരുന്നു, ധർമ്മസ്ഥലയിലെ 1-ാം പ്രതിയുമായി സംസാരിച്ചു, കേരളത്തിൽ 200 കോടിയുടെ ആരോപണത്തെക്കുറിച്ച്, കേരളത്തിൽ 200 കോടി വന്നു എന്ന ആരോപണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചന അറിയില്ല എന്ന് തന്നെയാണ് പ്രകാശ് രാജ് ഇപ്പോഴും പറയുന്നത്. പ്രകാശ് രാജിന് ഗൂഢാലോചന അറിയില്ല എന്നിരിക്കട്ടെ, ഈ സംഭവം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പ്രകാശ് രാജിന് അന്ന് പറയാമായിരുന്നല്ലോ, തന്നെ വിളിച്ചിരുന്നു, താൻ അയാളുമായി സംസാരിച്ചിരുന്നു, കുറച്ച് വിവരങ്ങൾ അയാൾക്ക് അറിയാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാമല്ലോ. അതൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ ചിന്നയ്യയുടെ മൊഴികൾ പുറത്തു വരുമ്പോൾ സ്വയരക്ഷയ്ക്ക് എന്ന വണ്ണം താൻ സംസാരിച്ചിരുന്നു. കാരണം ഡോക്യുമെന്റ്സുകളും റെക്കോർഡുകളും കള്ളം പറയില്ല, അതിൽ നിന്ന് പിടിക്കപ്പെടും എന്ന വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ്, ഫോൺ റെക്കോർഡ്സുകളിൽ നിന്ന് പിടിക്കപ്പെടുമെന്ന വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് പ്രകാശ് രാജ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കൂ, ചിന്നയ്യ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു, ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ
പറഞ്ഞു വരും, ഫോണിൽ വിളിച്ച് നേരിട്ട് കാണണമെന്നാണ് തന്നോട് പറഞ്ഞത്. താൻ എന്നാൽ വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ SIT-യോട് പറയൂ എന്നാണ് പറഞ്ഞത് എന്നാണ് പ്രകാശ് രാജ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഏതായാലും ചിന്നയ്യക്ക് സംസാരിക്കാൻ സാമൂഹ്യ പ്രവർത്തകനെ ഗിരീഷ് മട്ടന്നൂരാണ് അറിയിച്ചത്. ഇത് പ്രകാരം ചിന്നയ്യെ വിളിച്ച് ഒട്ടേറെ സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ സാമൂഹ്യ പ്രവർത്തകര്, പരിസ്ഥിതി പ്രവർത്തകര്, ഇത്തരത്തിലുള്ള ചില ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ സാമൂഹ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും എന്നുള്ള വിഘടനവാദ പ്രവർത്തനമാണ് എന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് പ്രകാശ് രാജ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോ അങ്ങനെ ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളുടെ ഡെഡ് ബോഡികൾ അവിടെ നിമജ്ജനം ചെയ്തിട്ടുണ്ടെന്നും അവിടെ അത്തരത്തിൽ അത് കുഴിച്ചുമൂടാനുണ്ടായ സാഹചര്യം അവരെയൊക്കെ പീഡിപ്പിച്ചു കൊന്നതാണെന്നും ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര ട്രസ്റ്റും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്നും ഒക്കെ പറയാനുള്ള ഒരു നീക്കം, ആ നീക്കം ക്ഷേത്രത്തെ തകർക്കാനുള്ളതാണ്, ക്ഷേത്ര വിശ്വാസികളെ തകർക്കാനുള്ളതാണ്, ഹൈന്ദവ ധർമ്മത്തെ തകർക്കാനുള്ളതാണ് കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും പ്രകാശ് രാജുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ കൂടുതൽ കടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകാശ് രാജ് ഇപ്പോൾ പറയുന്നത് താൻ കൂടുതൽ സംസാരിച്ചിട്ടില്ല, ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശം SIT-ക്ക് മുന്നിൽ നൽകും എന്നൊക്കെയാണ്. അപ്പൊ ഏതായാലും ഈ ശബ്ദ സന്ദേശം എന്താണെന്നതിനെ കുറിച്ച് SIT അന്വേഷിക്കട്ടെ. പക്ഷെ പ്രകാശ് രാജ് മാത്രമല്ല ഇതിനകത്ത് കണ്ണികൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് മിനിറ്റിന്റെ ധന്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട ആൾക്കാരാണെന്ന കാര്യത്തിൽ പോലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരം ചില വിഷയങ്ങളെ വലിയ രീതിയിൽ ടാർഗറ്റ്, ഇപ്പൊ രോഹിത് പെൺമുലയുടെ പ്രശ്നമാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക തരത്തിൽ അവരെ സംബന്ധിച്ച് ഈ ധന്യ രാജേന്ദ്രന്റെ വാർത്തകളെ സംബന്ധിച്ച് ഇടയ്ക്ക് ധന്യ രാജേന്ദ്രന്റെ ചില ക്ലോസ് അസോസിയേഷനുകൾ കേരളത്തിലെ ചില സിനിമാ താരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടികളിൽ പങ്കെടുത്തത് സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോ സാധാരണഗതിയിൽ ഒരു ഓൺലൈൻ ചാനൽ നടത്തുക എന്ന് പറയുമ്പോൾ നമ്മളും ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്നുണ്ട്. നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും ഒരു തരത്തിലുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ പോയി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടി കൊള്ളു നടത്തുകയോ ചെയ്യാറില്ല. ഇപ്പൊ തന്നെ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ആ വഴി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചുവട് പിടിച്ചാണ് ഓൺലൈൻ ചാനലുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആലോചിച്ച് നോക്കൂ, ഇപ്പോ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ശിരൂരിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ റിപ്പോർട്ടർ ചാനൽ കാണിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ദിലീപിന്റെ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ നൽകിയ അമിത പ്രാധാന്യം നമ്മൾ കണ്ടതാണ്. അവിടെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ ഇന്റർവ്യൂ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ആലോചിച്ച് നോക്കൂ, ആ കേസിൽ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തു എന്ന ആരോപണമുള്ള പൾസർ സുനി, അതായത് എട്ടാം പ്രതിയായി പ്രതി ചേർക്കപ്പെട്ടിരുന്ന ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നാം പ്രതിയായ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത പൾസർ സുനിയെ ഇന്റർവ്യൂ ചെയ്ത പൾസർ സുനി, അതായത് ജീവിതകാലം മുഴുവൻ കള്ളത്തരം കാണിച്ച് 16 വയസ്സ് മുതൽ ബൈക്ക് മോഷ്ടിച്ച പൾസർ സുനി എന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പൾസർ സുനിയെ ന്യായീകരിക്കാൻ നോക്കിയവരാണ് കേരളത്തിലെ മാധ്യമം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നടൻ ദിലീപിനെ പൾസർ സുനി ദിലീപ് ഏട്ടാ എന്ന് വിളിക്കുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടറിന്റെ തുടക്കത്തിലുള്ള ഇത്. പക്ഷെ ഈ പൾസറിന്റെ അഭിമുഖം നടത്തിയ ആ റിപ്പോർട്ടറിനെയും സുനി വിളിച്ചത് ഏട്ടാന്ന്. അപ്പൊ പിന്നെ അവര് തമ്മിൽ അന്തർധാര കേൾക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. തീർച്ചയായും അത് ഒളി ക്യാമറ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നേരിട്ട് ക്യാമറയിൽ എടുത്താണെന്ന് നമുക്ക് അവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ചില വിഷയങ്ങളിൽ അമിത താല്പര്യം, ചില വ്യക്തികളെ നശിപ്പിക്കാൻ, ചില പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ, ധർമ്മത്തെ നശിപ്പിക്കാൻ, ഹൈന്ദവ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചന പല കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അത്തരം ഗൂഢാലോചനയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ കേരളത്തിൽ ശബരിമല, പിന്നെ ആന്ധ്രയിൽ തിരുപ്പതി, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മധുരയിൽ തിരുപ്പുറക്കുണ്ട്രം, പിന്നെ ഇതാ കർണാടകത്തിൽ ധർമ്മസ്ഥല, ദക്ഷിണേന്ത്യയിലെ 4 ശക്തമായ 4 ക്ഷേത്രങ്ങളാണ്. ഇതിനെ തകർക്കാൻ പ്രകാശ് രാജ് ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ്, അല്ലെ? പ്രകാശ് രാജ് തമിഴ്നാട്ടിൽ ഇരിക്കുന്നു. ഈ ചിന്നയും ഈ ധർമ്മസ്ഥലയും കർണാടകയിലാണ്. രണ്ടും 2 ദിക്കിലാണ്. എന്നിട്ടും അവർ നമ്മൾ സംസാരിക്കുന്നു. ആ ടെലിഫോൺ സംഭാഷണം ഇന്നും പ്രകാശ് രാജ് എന്ന തിരക്കേറിയ 2-3 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആ നടന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ അയാളത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? അതെ, തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രകാശ് രാജിലേക്ക് ഇത് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കർണാടകത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ചിന്നയ്യെ വേറെ വിളിക്കുന്നത് പ്രകാശ് രാജിനാണ്. അപ്പൊ ഈ നെക്സസ് കറക്റ്റ് ആണ്. ഇവിടെ ആലോചിച്ച് നോക്കി, ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഗുരുവായൂരെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കർണാടകത്തിൽ നിന്നൊരു ഗണശ്രവൺ എന്ന് പറയുന്ന ഒരാൾ വന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തെ ചോറ്റാനിക്കര നഗരത്തെ തന്നെ മാറ്റാമെന്നും ടൗൺഷിപ്പ് ആക്കാമെന്നും
ഞാനത് അന്വേഷിച്ചപ്പോ ഞാൻ അയാളുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം അയാളുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് പോയപ്പോൾ ആകെ 3.5 സെന്റ് മാത്രം അവിടെയുള്ള കർണാടകത്തിലുള്ള ഒരാളാണ് ഇയാളെന്ന് വ്യക്തമായി. അയാളുടെ ഒരു ബിസിനസ് കമ്പനി, എവിടെയോ ഒരു ഗോൾഡ് സ്ഥാപനത്തിൽ, ഗോൾഡ് വിൽക്കുന്ന സ്ഥാപനത്തിൽ ജോലിക്കാരനായി നിന്ന ഒരാളാണ് ഇയാളെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ വാർത്തയൊക്കെ നമ്മൾ പുറത്തുവിട്ടതിന് ശേഷമാണ് ഒരു പക്ഷേ ചോറ്റാനിക്കരയിലേക്ക് അയാളുടെ വരവ് തടഞ്ഞത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേരളത്തിലെ സർക്കാരിന് കൂടി അതിനകത്ത് ഈ ഗണശ്രാവണുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഗണശ്രാവണെ അവിടെ കെട്ടിയെഴുന്നേൽപ്പിച്ചുകൊടുത്ത കേരളത്തിലെ അന്നത്തെ സർക്കാരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദേവസ്വം മന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്തായിരുന്നു. അതെ, ഒരു ഇടത് അജണ്ട, അതായത് കേരളത്തെ നശിപ്പിക്കാനുള്ള അരാജകവാദികളുടെ, ഇന്ത്യയെ നശിപ്പിക്കാനുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു അരാജകവാദികളുടെ സംഘം, ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിൽ നിന്ന് വളരെ കുറവാണ് അങ്ങനത്തെ ടീമുകൾ. ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലുള്ളത്. അവർക്ക് തമിഴ്നാട്ടിൽ ഒരു വ്യക്തമായ ഒരു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത നേരത്തെ വാർത്താ ചർച്ചയിലൊക്കെ പറഞ്ഞതാണ്, ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് തമിഴ്നാട്ടിൽ. അതായത് അവരുടെ ആസ്ഥാനം അമേരിക്കയാണ്. ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ശക്തമായി വേരോടുന്നവരാണ്. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇതിന്റെ ആളാണ്. പ്രകാശ് രാജ് ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പിന്റെ വക്താവാണ്. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് അവിടെ ഇവാഞ്ചലിസ്റ്റുകളുടെ. കേരളത്തിലും അത്തരം ശ്രമങ്ങളുണ്ട്. ഇപ്പൊ ധർമ്മരാജ് റസാലിനെ ചോദ്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ED. കാരണം ഈ കേസുമായി തിമോത്തി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് ധർമ്മരാജ് റസാലിന്റെ അടക്കം ED ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിലും ഇത്തരത്തിലുള്ള ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ട്. പക്ഷെ കേരളത്തിൽ അത്ര കാര്യമായി RSSന്റെ ഒക്കെ പ്രവർത്തനം കൊണ്ട് അത്ര കാര്യമായി പണ്ട് മുതലേ RSSും ഈ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകളുമായി പണ്ട് മുതലേ തർക്കമാണ്. കുറച്ചുകൂടി തമിഴ്നാട്ടിലെ അത്രയും കേറി അങ്ങ് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എല്ലാ സ്ഥലത്തും, അതായത് സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഒരു ഇവാഞ്ചലിസ്റ്റിക് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കൂടുതലാണ്. തമിഴ്നാട്ടിൽ അത് ഏറെയും കൂടുതലാണ്. അതിന്റെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള ചിലരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും കർണാടകത്തിൽ നടന്ന ഒരു പ്രശ്നത്തിൽ പ്രകാശ് രാജിനെ നേരിട്ട് വിളിക്കാൻ, പ്രകാശ് രാജ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ, പ്രകാശ് രാജിനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഉണർത്തിക്കാൻ. അപ്പൊ പ്രകാശ് രാജ് ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ കർണാടക, അവരോട് പറയാമല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. അതെ, അവരോടൊന്നും പറയാതെ പ്രകാശ് രാജിനെ നേരിട്ട് വിളിച്ച് പറയാനുള്ള ആ ഒരു അവിടെ മുതൽ വേണം അന്വേഷണം തുടങ്ങാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഇറങ്ങിപ്പുറപ്പെട്ട മാധ്യമങ്ങൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ വിഘടനവാദികളും അതുപോലെ തന്നെ കട്ടിംഗ് സൗത്ത് പോലുള്ള പരിപാടികൾ നടത്തിയതാണ് ഈ ധന്യരാജേന്ദ്രൻ, ന്യൂസ് മിനിറ്റ് പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗത്തിനെ, കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിഘടനവാദികളുടെ അജണ്ടയാണ്. അതുപോലെ തന്നെ സൗത്തിനെ കട്ട് ചെയ്ത് മാറ്റാനോ സൗത്ത് വഴി സൗത്തിൽ തുടങ്ങി വെച്ച് മറ്റിടത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ അത്രത്തോളം നടക്കില്ല. നോർത്ത് ഇന്ത്യയിലൊന്നും അത് അത്രത്തോളം നടക്കില്ല എന്നുള്ളതാണ്. അവിടെ ഈശ്വര വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ്. കാരണം പുരോഗമനം പറഞ്ഞു അരാജകത്വം വിളമ്പിയും അവിടുത്തെ സാധാരണക്കാരനെ ഈശ്വരനെ വിളിപ്പിക്കാതാക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ മുന്നിൽ വളരെ കൃത്യമായ അജണ്ടയാണുള്ളത്. ആ അജണ്ടയിൽ വീണ് പോകുന്നവരെല്ലാം ഇത് അനുഭവിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ കണ്ടതാണ് അഖിലഹാദിയുടെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ, കേരള സ്റ്റോറി വന്നപ്പോൾ ഉണ്ടായ പ്രകടനങ്ങൾ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. നമ്മുടെ കൺമുമ്പിൽ അഖിലഹാദിയും നിമിഷ ഫാത്തിമയും ഒക്കെ നിൽക്കുമ്പോഴാണ് ഇതൊന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന മട്ടിൽ വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിലെ സോക്കോൾഡ് ഫെമിനിസ്റ്റുകളും ബാക്കിയുള്ളവരും പുരോഗമനവാദികളും ഒക്കെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കുന്ന കാര്യം, ഇതിന്റെ പിന്നിൽ കൃത്യമായി ധർമ്മസ്ഥലയുടെ പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ട്. പ്രകാശ് രാജിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അത് കാര്യമായി തന്നെ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രകാശ് രാജ് അടക്കമുള്ളവർ കുടുങ്ങും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അതുപോലെ ഈ രാജ്യത്ത് ഏതൊരു സംസ്ഥാനത്തായാലും ഒരു സ്ത്രീക്കെതിരെ അതിക്രമം നടന്നാൽ അപ്പോൾ ബംഗാളിലായാലും അല്ല കേരളത്തിൽ ഇനിയിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കേരളത്തിലായാലും ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം നടന്നാൽ അപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും പോലീസ് നടപടി നമ്മൾ ഉണ്ടായിന്ന് നമുക്ക് കൃത്യമായി വാർത്തകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം കർണാടകയിൽ അടക്കം നിലനിൽക്കുമ്പോൾ, അതീവ സെൻസിറ്റീവ് സംസ്ഥാനമായ കർണാടകയിൽ നിലനിൽക്കുമ്പോഴാണ് ഈ 100 പറയുന്നു, പിന്നെ 300 500 ആയിരക്കണക്കിന് സ്ത്രീകളെ ഒന്ന് കുഴിച്ചു മുടി എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം ജനം അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ. അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പൊ തിമോത്തി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ തുടക്കം കർണാടകത്തിൽ നിന്നാണ്. കർണാടകയിലെ കെമ്പഗൌഡ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആൾക്കാരെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പാണ് പരാതി എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പും മന്ത്രിയും ഒക്കെ അവിടെ പരാതിയുമായി വരുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം ഗുരുതരമാണ് സ്ഥിതിവിശേഷം എന്നുള്ളതാണ്.
കോൺഗ്രസിന്റെ ഒരു സർക്കാർ തന്നെയാണ് അവിടെ ഇക്കാര്യത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ സ്ഥിതി ഗൗരവകരമാണ്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ കണ്ണി തന്നെയാണ് ഈ പ്രകാശ് രാജിന്റെ അടക്കമുള്ള ധനസമാഹരണ മാർഗങ്ങൾ, ഇത്തരക്കാരുടെ ഈ ചില ചാനലുകൾ അവരുടെ ധനസമാഹരണ മാർഗങ്ങൾ, മനാഫിന്റെ ജീവിത രീതി, സാഹചര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ഇവർക്ക് പണം ലഭ്യമാകുന്നത്, എന്ത് ജോലിയാണ് ഇവരെടുക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ ചില വിവാദങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പല സംഭവങ്ങളും, ഇപ്പൊ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണെങ്കിലും പല സംഭവങ്ങളും പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവകരമായി കാണേണ്ട പല വിഷയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് പല ഘടകങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങളുടെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. ഇതിൽ മയക്കുമരുന്നുണ്ട്, വിഘടനവാദമുണ്ട്, തീവ്രവാദമുണ്ട്, എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു നെക്സസ്. ആ നെക്സസ് പല രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും. നന്ദി ശ്രീലേഖ. നന്ദി. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും ബന്ധപ്പെടാം.